ക്യാൻസർ ആണെന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്യാൻസറിന്റെ സ്പ്രെഡാണ് നമുക്ക് നോക്കേണ്ടത്. നമുക്ക് CT സ്കാൻ, MRI അങ്ങനെ എല്ലാ ഇൻവെസ്റ്റിഗേഷൻസ് നമുക്ക് നോക്കേണ്ടത് ചെയ്യേണ്ടത്. അതിനൊരു പ്രൈമറി ഉണ്ടാവോ സംവെയർ എൽസ്, അതോ ഇറ്റ് ഈസ് മോർ ലോക്കലൈസ്ഡ്? അല്ല, അത് പ്രൈമറി എന്ന് പറയുന്നത് നമ്മൾ ഇത് തന്നെയായിരിക്കും, വായ്ക്കകത്ത് അല്ലെങ്കിൽ ലാരിങ്സ് അല്ലെങ്കിൽ ഫാരിങ്സിലുള്ള അത് തന്നെയാണ് പ്രൈമറി എന്ന് നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ. പിന്നെ നമ്മൾ കൺസേൺ അത് എന്തോരം എക്സ്റ്റെൻഡ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ നോക്കണം. അത് നമുക്ക് ഇങ്ങനെ തൊട്ട് നോക്കിയാൽ മാത്രം അറിയണം എന്നില്ല. ഉദാഹരണത്തിന് ടങ്ങിലൊക്കെ ഒരു ലീഷൻ ആണെങ്കിൽ നമ്മൾ MRIയിൽ നമുക്ക് ടങ്ങിൽ എന്തോരം ഡെപ്തിലേക്ക് അത് പോകുന്നുണ്ട് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ നമ്മൾ നോക്കുന്നത് നമ്മൾ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ തൊട്ട് നോക്കും, ഫീൽ ചെയ്ത് നമ്മൾ നെക്ക് നോക്കിയാലും അതിന് നമുക്ക് നോട്ട്സ് എല്ലാം അറിയണം എന്നില്ല. അപ്പം നോട്ട്സ് ഡെഫിനറ്റായിട്ട് നമ്മൾ CT സ്കാൻ വഴിയോ MRI വഴിയോ നമ്മൾ കഴുത്തിൽ നോട്ട്സ് ഉണ്ടോ, നോട്ട്സിലേക്ക് സ്പ്രെഡ് ഉണ്ടോ എന്ന് നോക്കും. നോട്ട്സ് പോസിറ്റീവ് ആണോ എന്ന് FNAC എടുത്ത് നമുക്ക് വേണമെങ്കിൽ നോക്കാം. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മൾ ചില സ്റ്റേജിൽ അഡ്വാൻസ്ഡ് സ്റ്റേജുകളിൽ നമ്മൾ വേറെ ചെസ്റ്റ് എക്സ്റേ ഒക്കെ എടുത്ത് മിക്കവാറും നോക്കും. വേറെ സ്ഥലങ്ങളിലേക്ക് സ്പ്രെഡ് ഉണ്ടോ എന്ന് അഡ്വാൻസ് സ്റ്റേജുകളിൽ നോക്കേണ്ട വരാം. പ്രത്യേകിച്ച് വേറെ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടെങ്കിൽ നമുക്കത് നോക്കേണ്ട വരാം. എനി റോൾ ഓഫ് പെറ്റ് സ്കാൻ? പെറ്റ് സ്കാൻ കൂടുതലും പെറ്റ് സ്കാൻ പുതിയൊരു സാധനമാണ്. പെറ്റ് സ്കാൻ കൂടുതലും യൂസ് ചെയ്യുന്നത് റിക്കറൻസ് നോക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ സം റെയർ ഇൻഡിക്കേഷൻസിലാണ് പെറ്റ് സ്കാൻ നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത്. ഒരു ഹെഡ് ആൻഡ് നെക്കിൽ അത്രയും ഹെഡ് ആൻഡ് നെക്കിൽ റിക്കറൻസിനാണ് കൂടുതലും അതിന് യൂസ് വരുന്നുണ്ട്. പ്രത്യേകിച്ച് ബോൺ ഒക്കെ നമ്മൾ സസ്പെക്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും വരാം. പക്ഷേ റിക്കറൻസിനാണ് നമ്മൾ പെറ്റ് സ്കാൻ കൂടുതലായിട്ടും നമ്മുടെ അതിൻ്റെ റിലവൻസ് വരിക. CT MRI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ ചെറിയ ലീഷൻ ആണെങ്കിൽ പോലും മിക്കവാറും നമ്മളൊരു ഇമേജിങ് മൊഡാലിറ്റി എങ്കിലും ചെയ്യും. കാരണം നോഡിൻ്റെ സ്റ്റാറ്റസ് അറിയാൻ വേണ്ടി.